കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും ദൈവവൃദ്ധന്മാർക്കും പ്രത്യേകമായിരിക്കുന്ന സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ തിരുകൃപയിൽ ആശ്രയിച്ച് തിരുവചനവുമായി ഈ അനുഗ്രഹിക്കപ്പെട്ട ബിഷോൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് ദൈവസഭയിൽ എളിയവർക്കായിരിക്കുവാനും ഹല്ലേലൂയ പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രതിബന്ധങ്ങൾ നിറഞ്ഞ, ഭാരങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ തിരുവചനവുമായി ഫേസ്ബുക്കിലൂടെ, മാധ്യമങ്ങളിലൂടെ ആധുനികനായ ഭക്തന്മാരോട്, ദൈവമക്കളോട്, ദേശത്തോട്, രാജ്യങ്ങളോട് തിരുവചനം സംസാരിക്കുവാൻ ഭാഗ്യം തന്ന ദൈവത്തിന് ഞാൻ നിങ്ങളോടൊപ്പം സ്തോത്രം ചെയ്യും. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാത്യു എം തോമസ് അവരുകളെ ഓർത്തും സ്തോത്രം. ഞാൻ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തിന്റെ കുടുംബത്തെ, ശിക്ഷാൽ പൈതലിനെ, ആ കുടുംബത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കും. കർത്താവിന്റെ ദാസൻ ഇവിടെ ഞങ്ങൾ കുടുംബമായിട്ടുണ്ട്. ദൈവമക്കൾ ആമേൻ സൺഡേ തോറും തിരുവചനം നാം ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടായിരിക്കുകയാണ്. വേദപണ്ഡിതന്മാർ, കർത്താവിന്റെ ദാസന്മാർ വളരെ ശക്തമായി പഠിപ്പിക്കുന്ന വേദശകലങ്ങൾ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വിശുദ്ധന്മാരോട്, സഭയോട് സംസാരിക്കുവാൻ മറ്റൊരു വേദഭാഗമാണ് വളരെ പരിചിതമായ ഹൃദയത്തിലേക്ക് ഓടി വന്നത്. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവുമാണ് ഈ ശുശ്രൂഷകൾക്ക് ഞങ്ങൾക്ക് ബലം പകരുന്നത്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ലഭിക്കുന്നില്ല എന്നറിയിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പിലൂടെയും മെസ്സേജിലൂടെയും നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളിവിടെ ഹൂസ്റ്റണിൽ പ്രത്യേക പ്രയറിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ വരുന്ന ആഴ്ച മുഴുവൻ ഉപവാസത്തോട് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. ഇന്ത്യയിലെ ഞങ്ങളുടെ മിനിസ്ട്രികൾ, ആമേൻ സഭകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് തരുന്നു. ആമേൻ. ഈ സമയത്ത് നാം അന്യോന്യം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ നോക്കി ചിരിക്കുവാൻ സാധ്യതയുണ്ട്. അനേക കുടുംബങ്ങൾ പരാജിതരാകുമ്പോൾ നാം അവരുടെ പരാജയങ്ങളെ ഏറ്റുവാങ്ങി ഈ രാജ്യത്തെ, ലോകത്തിന്റെ എല്ലാ വൻകരങ്ങളെയും ഓർത്ത് നാം പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഇത് കൂടാതെ ശുശ്രൂഷ സ്പിരിച്വൽ റേഡിയോയിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. വിവിധ സൂമുകളിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരും സഹകരിക്കുന്നവരും ഇതേ നിമിഷം വാച്ച് ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ ഉപവാസങ്ങളെയും സ്വർഗ്ഗത്തിലെ ദൈവം ധാരാളമായി ഈ വിശുദ്ധി ആരാധനയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഉറക്കെ നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് എന്നുള്ളത് അനുഭവമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ പെന്തക്കോസ്തിന്റെ അനുഭവമാണ് നമ്മെ ചെയ്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മെ നേടിയെടുക്കുന്നത്. ഏത് കരാഗ്രഹമാകട്ടെ, ഏത് ചങ്ങലയാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, ഇന്ന് പകലിൽ ഒരാത്മാവിന്റെ ഭൂതസഭയോട് പറയാ, അഴിഞ്ഞു വീഴുമെന്ന് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തോളൂ. വിശുദ്ധ വേദ പുസ്തകത്തിലെ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അനേക തവണ ദൈവവചനം ഞാൻ നിങ്ങളും ശുശ്രൂഷിച്ചിട്ടുള്ളവർ, ആദരണീയരായ ഭക്തന്മാര് ഈ ലൈനിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ചരിത്രവും സംഭവ വികാസങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സഭയുടെ കാലഘട്ടവുമായി വളരെ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ
പരിശുദ്ധാത്മാവാം ദൈവം. ഒന്നുകൂടെ ഉറപ്പിക്കട്ടെ. തൃത്വത്തിൽ മൂന്നാമനായ ആളത്വമായ പരിശുദ്ധാത്മാവാം ദൈവം അന്നും ഇന്നും നമ്മുടെ വീണ്ടെടുപ്പിന്റെ ദിവസം വരെയും സ്വർഗമയച്ച പിതാവായ ദൈവമയച്ച പരിശുദ്ധാത്മാവ്, പുത്രൻ തമ്പുരാനയച്ച പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. എന്നോട് ചേർന്നൊരാമേൻ പറയാം. ഏത് വിഷയത്തിന്റെ ഏത് പ്രശ്നത്തിന്റെ മുമ്പിലും തിരുവചനവുമായിരിക്കുന്നവർക്ക് രാവും പകലും ഇപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. ചിന്തയ്ക്ക് ആധാരമായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് 5ഉം 6ഉം വേഴ്സുകൾ, chapter 12 verse 5 and 6, അതിന്റെ സെക്ഷൻ 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയോടെ എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന് മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. 10-ാം വാക്യം. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. വായിച്ച വേദശകലങ്ങൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിപ്പെടുവാനും വളരെ ലളിതമായിരിക്കുന്ന ആശയങ്ങൾ ഇന്ന് പകലിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കേണ്ടതിനും ഏത് സ്ഥാനത്താണോ നാം ആയിരിക്കുന്നത്, ചർച്ചിലാകാം, ഭവനത്തിലാകാം, വാഹനയാത്രയിലാകാം, ജീവിതത്തിൻ്റെ നട്ടോട്ടം ഓടുന്ന ഏത് സാഹചര്യത്തിൽ ഒരു നിമിഷം സഹോദരി ഞങ്ങളോട് ചേർന്ന് കണ്ണുകൾ അടയ്ക്കും. ആ കണ്ണുകൾ അടയ്ക്കുന്ന നിമിഷം 2 കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴ്ത്തുവാൻ കഴിയുമെങ്കിൽ നിന്റെ വിഷയം എന്തുമാകട്ടെ ഈ വചനത്തോട് ചേർത്ത് പിടിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണം. ശുദ്ധമായ ഒരു മനസ്സാക്ഷി ഈ തിരുവചനം നിന്റെ ജനം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ബലഹീന ശരീരത്തിന്റെ തടസ്സങ്ങളൊന്നും നിന്റെ ജനത്തിന് വരാതെ ഈ മഹത്വകരമായ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾ ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കും. ഒന്നിച്ച് ഹല്ലേലൂയ. നിങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ നിങ്ങളുടെ ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കുന്നുവോ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ. ദൈവവചനം ഒരുപോലെ വെളിപ്പെടേണ്ടതിന്, ഒരുപോലെ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന്, ഒരു വലിയ ഹീലിംഗ് ലഭിക്കേണ്ടതിന്, ഒരു പുതിയ അഭിഷേകം പ്രാപിക്കേണ്ടതിന് ഈ വർഷത്തിന്റെ അവസാനമായി കഴിഞ്ഞ ദൈവം ഞങ്ങളെ ലാസ്റ്റ് മിനിറ്റിലായിരിക്കുന്നു. ഈ രാജ്യത്ത് ടൈംസ് ഒക്കെ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. രാജ്യങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അനേക സംഭവങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ നിലവാരങ്ങളിൽ, സാമ്പത്തിക നിലവാരങ്ങളിൽ, സ്തോത്രം, കുടുംബ നിലവാരങ്ങളിൽ പരാജയത്തിന്റെ പടുകുഴികള് മുൻപിലുള്ള ലൈവിൽ പറഞ്ഞതുപോലെ സ്തോത്രം അനവധി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നമുക്ക് ഇന്ന് രാവിലെ പുരുഷന്റെ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നാം പ്രാപിച്ചെടുത്തതായ ഇനി സംഭവിക്കാറുള്ളത് കാണിച്ചു തരാ. ഇവിടെ കയറി വരിക. ആ വീട്ടിലേക്ക് പോകാറായതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കരുണാസമ്പന്നനായ ദൈവമേ, ഈ പകലിൽ
വേർപെട്ട ദൈവസഭകളെ ഓർക്കുന്നു. ആമേൻ. ആരാധിക്കുന്ന എല്ലാ സമസ്തോടെ ജനങ്ങളെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ മഹത്വമെടുക്കും. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ കർത്താവിനെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്നിടങ്ങളിൽ ഇതിനോട് പ്രതികരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തിലോട്ട് വേഗത്തിൽ കടക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഏതെല്ലാം കാലഘട്ടങ്ങളിൽ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ, ഏതെല്ലാം തത്വങ്ങളിൽ, ഏതെല്ലാം സംഹിതകളിൽ, ഏതെല്ലാം പടങ്ങപ്പാറകളിൽ, ഏതെല്ലാം ചങ്ങലകളിൽ എന്നോട് കൂടെ നിങ്ങൾ ചലിക്കുമോ? എന്നോട് കൂടെ നിങ്ങൾ യാത്ര ചെയ്യുമോ? ഏതെല്ലാം ഇരുണ്ട കാലഘട്ടങ്ങളിലൂടെ, ഏതെല്ലാം വനപരാന്തര ജീവിതങ്ങളിലൂടെ തകർക്കുവാൻ സഭയെ നോക്കിയാൽ സഭയെ തകർക്കുവാൻ ഒരിക്കലും കഴിയത്തില്ലെന്ന് ഈ പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:8 നമുക്കറിയാം. നമ്മുടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1:8 എത്ര വായിച്ചാലും എനിക്ക് ആ വാക്യത്തിന്റെ സന്തോഷം കൊണ്ട് പോകത്തില്ല. സ്തോത്രം. അതങ്ങനെ നിൽക്കുക. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഈ ചരിത്ര പുസ്തകത്തിന്റെ ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, അപ്പോസ്തല പ്രവൃത്തികൾ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് പറയുന്ന വേദപണ്ഡിതന്മാർ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ഇതിനു മുൻപ് ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ച വേദഭാഗത്തോടെയാണ് ഭാഗത്തേക്കൊന്ന് പോകട്ടെ. ഹല്ലേലൂയ. എല്ലാ സുവിശേഷങ്ങളും ആമേൻ. സ്തോത്രം. സ്തോത്രം. ലേഖനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അഭേദ്യമായ ഒരു ബ്രിഡ്ജാണ് ലേഖനങ്ങളിൽ ഉപദേശ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എങ്ങനെ ദൈവമക്കൾ ജീവിക്കണം, എങ്ങനെ ദൈവസഭ ആയിരിക്കണമെന്ന് വിളിച്ചു വ്യക്തമായി അവൻ അപ്പോസ്തലന്മാർ അറിയിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ദൈവസഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ആരെങ്കിലും അറിയുവാൻ, ഏതെങ്കിലും യുക്തിവാദികൾ അറിയുവാൻ, ഏതെങ്കിലും ദൈവമക്കൾ അറിയുവാൻ, ഏതെങ്കിലും സംഭവം അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താണെന്ന് പ്രവർത്തിക്കുന്നെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥത്തിലെ ചരിത്ര പുസ്തകങ്ങൾ ഞാൻ ഇങ്ങനെ ഒരിക്കൽ ശ്രീഹമാരുടെ പുസ്തകത്തിനകത്ത് 1 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭ, പുതിയ നിയമസഭ എന്തെന്ന് അതിന്റെ ചരിത്രം, ഹല്ലേലൂയ, ഈ എടുത്ത ആശയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അത്ഭുതങ്ങളോട് സഞ്ചരിച്ച് ശിഷ്യന്മാരെ ഉറപ്പിച്ചിട്ട് സ്തോത്രം. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. അതിന്റെ 2-ാമത്തെ വാക്യം, 8-ാം വാക്യമാണ് ഇതിന്റെ ആപ്തവാക്യം. അതനുസരിച്ചാണ് ഈ പുസ്തകം തുറക്കുന്നത്. ഒരു ദിവസം ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് സഭയായ ഭാഗങ്ങൾ പിന്നെ നമുക്ക് ചിന്തിക്കാം. ഇത് 2-ാം വാക്യം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഭാഗത്തിനായി വായിച്ച കർത്താവിന്റെ ദാസിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 40 കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ബോധ്യം വന്നിട്ട്, ജനത്തെ ബോധ്യപ്പെടുത്തിയിട്ട് ആമേൻ. സ്തോത്രം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥം ലഭിക്കുകയില്ല. ഞാൻ പോയാൽ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് തന്റെ ആത്മാവിനെ അയച്ചു തരുമെന്ന് പറഞ്ഞതായ I will send you the comfort towards the church and towards you. Hallelujah. എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ. നമ്മുടെ കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് 10 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിലേക്ക് അയച്ച പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം on the Pentecostal day. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട പെന്തക്കോസ്തിന്റെ അനുഭവം ആരംഭിച്ചത് ആർക്കും തട്ടിക്കളയാൻ പറ്റത്തില്ല. ഇത് മാറ്റിക്കളയാൻ പറ്റത്തില്ല. ഞാനും ഒന്ന് മാറ്റാൻ നോക്കിയത് നടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1-ാം അധ്യായം
തകർക്കാൻ കഴിയത്തില്ല. പത്രോസിനെ പുറത്തു കൊണ്ടുവരത്തേയുള്ളൂ, പൗലോസിനെ പുറത്തു കൊണ്ടുവരത്തേയുള്ളൂ, തീമോഥെയോസിനെ പുറത്തു കൊണ്ടുവരത്തേയുള്ളൂ, ഫേബിയെ പുറത്തു കൊണ്ടുവരത്തേയുള്ളൂ. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവർ ഈ വചനം കേട്ട് സന്തോഷത്തോട് ഇത് കഴിയുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇത് നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സംഭവിക്കാം. ആമേൻ. ഇരുട്ടറയിൽ കിടക്കുന്ന ചിലതിന് ഈ പകൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ദൈവം ഏൽപ്പിച്ച ഒരു ദൂത് നിങ്ങൾക്ക് നൽകുകയാണ്. സഭയെ തൊടാനൊക്കത്തില്ല. സഭയെ തൊട്ടാൽ ദൈവവൈദ്യനെ തൊട്ടാൽ വിവരമറിയും. ദൈവസഭയെ തൊട്ടാൽ ദൈവവൈദ്യനെ തൊട്ടാൽ വിവരമറിയും. ഹല്ലേലൂയ. സഭ സഭയോട് പ്രാർത്ഥിക്കും. കുറിവാക്യത്തിലോട്ട് വരാം. സഭ ശ്രദ്ധയോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചു, മാർച്ച് മാസം മുതൽ ഈ നിമിഷം വരെയും ഇനിയും മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന കൊറോണ എന്ന വലിയ വിപത്ത്. ഇന്നലെ ഞങ്ങളുടെ കോട്ടേജ് മീറ്റിങ്ങിലും ഈ വിഷയം ഞങ്ങൾ എരിഹോ മതിൽ എന്ന വിഷയം പോലും ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ വചനം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വരുന്ന ഒരു വിഷയം, വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് സഭ ഇതുപോലെ പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ നമ്മുടെ ആരാധനാലയങ്ങളിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യമില്ല, നിബന്ധനകൾക്ക് വിധേയമാണ്, പലവിധമായിരിക്കുന്ന പ്രാഥമിക ഘട്ടങ്ങളിലൂടെ നാം കടന്നുപോകണം. അനേകം നമ്മുടെ കൂടെ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നവർ ഇമ്പങ്ങളുടെ പ്രദേശയിൽ പോയി. അനേകം നിത്യ നരകത്തിന്റെ ഓഹരിക്കാരായി മാറി. കുടുംബങ്ങൾ വേർപാട് ദുഃഖത്തിലായി. കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു സാധ്യതയുമില്ല, പാസ്റ്ററെ പ്രാർത്ഥിക്കണമേ, സഭ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും മനസ്സിലായി, പ്രാർത്ഥനയാൽ മാത്രമേ, ശ്രദ്ധയോടുള്ള പ്രയറിൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. ചിലരെങ്കിലും ഇന്ന് രാവിലെ ശ്രദ്ധിക്കുന്നവർ വാക്സിൻ കൊണ്ട് പരിഹാരം വരുത്തും എന്ന് വിചാരിക്കുമ്പോൾ വാക്സിൻ കൊണ്ട് ഇതിന്റെ പൂർണ്ണ പരിഹാരം വരുത്തില്ല. അനേക സൈഡ് എഫക്റ്റുകളുള്ള അനവധി വിഷയങ്ങൾ മുൻപിൽ ആത്മാവിൽ കണ്ടുകൊള്ളണം. ഇതൊരു ദൂതായി, ദൈവശബ്ദമായി നിങ്ങളിൽ ചിലരെങ്കിലും ഏറ്റെടുത്തു എന്നെനിക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ദൈവദാസന്മാര്, ദൈവമക്കളെ, ക്രൈസ്തവരായവര്, എല്ലാ തലങ്ങളിലുള്ളവര് ദൈവത്തെ വിളിക്കുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഇതുപോലൊരു കാലഘട്ടം ഈ അടുത്ത കാലങ്ങളിൽ കാലഘട്ടത്തിലില്ല. എങ്കിലും പറയുകയാണ്, ഒരു ദൈവ ശബ്ദം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. സഭയുടെ ശ്രദ്ധയായ പ്രാർത്ഥന ഈ വരുന്ന ചില മാസങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ചിലത് സംഭവിക്കുവാനുണ്ട്. സഭയെ
ചിതറിപ്പോയവർ സുവിശേഷം അറിയിച്ച് അന്ത്യോക്യ സഭ രൂപം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മിഷണറി ചർച്ച് വളർന്ന് സ്തോത്രം ഹല്ലേലൂയ. ബർന്നബാസ് ദൈവകൃപ കൊണ്ട് സന്തോഷിച്ച് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അപ്പോസ്തലന്മാരെ മാനിച്ച് ദൈവാരാധന ഉയർന്നു വരുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം നമ്മുടെ സഭകൾ ആത്മാവിന്റെ ശക്തിയോട് വർഷിപ്പിക്കരുത്. ദൈവ സാന്നിധ്യം അനുഭവിച്ച് നമ്മളുടെ ചെറുതും വലുതുമായിരിക്കുന്ന കൂട്ടായ്മകളിൽ ദൈവകൃപ അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടിയോട് ദൈവകൃപ എന്ന് കണ്ട് സന്തോഷിച്ച ബർന്നബാസ് അവിടുന്ന് ശുശ്രൂഷകൾ ആരംഭിച്ചു. ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആത്മാവിനാൽ പ്രവചിച്ചു. ക്ലൗദോസിന്റെ കാലത്ത് അത് സംഭവിച്ചു. അടുത്ത ദൈവശബ്ദം പ്രവചനപരമായ ജനം വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഒന്നാം നൂറ്റാണ്ടിന്റെ ആഴമേറിയ ദൈവസഭ ആമേൻ. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്ന സാക്ഷികളാകുക. 1-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ ഒരു ശ്രേഷ്ഠനായ അപ്പോസ്തലനെ കാണുന്നു. അത് അപ്പോസ്തലനായ പത്രോസാണ്. 13-ാം അധ്യായം മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെ നോക്കിയാൽ ആമേൻ ദൈവത്തിന് സ്തോത്രം അപ്പോസ്തലനായ പൗലോസിനെ കാണാൻ കഴിയും. പുസ്തകത്തിന്റെ പേര് അപ്പോസ്തല പ്രവൃത്തികൾ. അതിന്റെ അർത്ഥം എന്താണ്? ആരെയാണോ ദൈവം നിർത്തിയിരിക്കുന്നത് നാം അവരും ഒന്നിച്ചു ചേർന്ന് അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യണം. അതാണ് നമ്മെ വെളിപ്പെടുത്തുന്നത്. ഒരു ഏകീകരണത്തിന്റെ അധ്യായം, സഭയുടെ യോജിപ്പിന്റെ അധ്യായം. പത്രോസിന്റെ കൂടെ ഒരു യോഹന്നാനുണ്ട്. ഇന്ന് നിന്റെ കൂടെ യോഹന്നാനുണ്ട്. ഇന്ന് നിന്റെ കൂടെ പത്രോസുണ്ട്. ഇന്ന് പകൽക്കാല കൂട്ടുശുശ്രൂഷകന്മാരായ കൂട്ടുവേലക്കാരെ, നിങ്ങൾ അന്യോന്യ സഭാ നേതാക്കന്മാരെ, നമ്മുടെ കൂടെ യോഹന്നാനുണ്ട്. ഇന്ന് പകൽക്കാലം ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ അപ്പോസ്തലനായ പത്രോസിനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്ത അധ്യായങ്ങൾ പൗലോസിനെ രേഖപ്പെടുത്തി. ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ശുശ്രൂഷ. രണ്ടുപേരും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ, രണ്ടുപേരും വിവിധ തലങ്ങളിൽ ചെയ്യുന്നത് ഒരേ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. ഒന്നാമത്തെ അടുത്ത ശബ്ദം ഞാൻ പറയാം. ആര് ചെയ്താലും, ആര് ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ടാലും, ആര് ലൈവിൽ മെസ്സേജ് ഇട്ടാലും എനിക്കിഷ്ടമാ. വീട്ടിലെ ദൈവസഭ, വീട്ടിലെ കൂട്ടായ്മ നടന്ന ആ ഗൗരവിഷൻ പ്രോഗ്രാമുകൾ, വിവിധ പ്രോഗ്രാമുകൾ, ഹല്ലേലൂയ, എന്ത് ചെയ്താലും ആമേൻ ഹല്ലേലൂയ, നാം എവിടെ പ്രസംഗിച്ചാലും ഇവിടെ ശുശ്രൂഷിച്ചാലും നമ്മുടെ ഉദ്ദേശം ഒന്നായിരിക്കണം. ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ വാക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സഭ കരയുമ്പോൾ സ്വർഗ്ഗം കേൾക്കും. ഹല്ലേലൂയ. സഭ ഒന്നായിരിക്കുന്ന കാലഘട്ടമാകട്ടെ. ഈ കൊറോണ കാലഘട്ടം, ഇതെന്റെ സഭ, ഇതെന്റെ കൂട്ടായ്മ, ഇതെന്റെ ചർച്ച എന്നുള്ള ചിന്ത വിട്ടിട്ട് ഒരു പ്രാദേശിക സഭ, അത് കർത്താവിന്റെ സഭയാന്ന് കാണുക, അവനതിന്റെ ഫലയാന്ന് കാണുവാനാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മെ പഠിപ്പിക്കും. ഈ വചനഭാഗം ഇന്ന് ഞാൻ ചിന്തിക്കാനിരുന്നതല്ല. ഞാൻ ഇതൊന്നും ഇതിനെ പറ്റി പഠിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് തരുന്ന ആശയങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ആശയം ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്, സഭ വെളിപ്പെടുമ്പോൾ ആമേൻ രണ്ടല്ല ഒന്നായിരിക്കണം. പത്രോസും പൗലോസും ഉടന്തരെ സൗഖ്യമാക്കും. ആമേൻ ഹല്ലേലൂയ. ചരിത്രകാരനായിരിക്കുന്ന ഈ ലൂക്കോസ്, ഫിസിഷ്യനായിരിക്കുന്ന ഈ ഡോക്ടർ ലൂക്ക്, ഈ രണ്ട് ചരിത്രങ്ങളും ആമേൻ നമ്മെ അറിയിക്കുമ്പോൾ ആമേൻ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മെ അറിയിക്കുന്ന വലിയ സത്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ സമയത്ത് ശുശ്രൂഷകൾ തീരത്തില്ലല്ലോ, വേഗത്തിലെ മിനിറ്റുകൾ തീരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അക്കാലത്ത് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് 12 വായിക്കാം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെ
അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കിയവനെ കാപ്പാൻ 4 സേവകർ ഉള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഈ വേദഭാഗങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. അതുകൊണ്ടാണ് ഇതോട് ചേർന്ന് ചില ബാക്ക്ഗ്രൗണ്ടുകളോട് നിങ്ങളെ ഞാൻ ഓർപ്പിച്ചത്. ആ കാലത്ത് ദൈവസഭ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ 1-ാം അധ്യായം 8-ാം വാക്യത്തിന്റെ ഫസ്റ്റ് പോർഷൻ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവമഹത്വം. പ്രൈസ് ഗോഡ്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു. 1-ാമത്തെ ക്രിസ്തീയ സ്തോത്രം അപ്പോസ്തോലിക രക്തസാക്ഷിയായി ഇതാ യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു. 1-ാമത്തെ രക്തസാക്ഷി സ്തെഫാനോസ് ആണെങ്കിൽ ഇത് അപ്പോസ്തോലിക രക്തസാക്ഷിയായി യാക്കോബിനെ, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ആക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് ഇവിടെ ഹെരോദാ രാജാവ് എന്ന് പറയുന്നത് ഹെരോദാ രാജാവ് അഗ്രിപ്പ രണ്ടാമൻ സ്വന്തം ദൈവസഭയോട് അടുക്കാൻ യോഗ്യതയില്ലാത്ത പാപത്തിന്റെ ഹേരോദ്യമായുള്ള സല്ലാപങ്ങൾ സന്തോഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദൈവസഭയോട് അടുത്തു വരാൻ യോഗ്യതയില്ലാത്തവൻ ഈ അഗ്രിപ്പ രണ്ടാമൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇവനിത് പ്രസാദമായി, അവന്റെ ജനത്തിന് ഹൂതന്മാർക്ക് പ്രസാദമായി. ദൈവത്തിന് സ്വത്ര സഭയുടെ കാതലായ വ്യക്തിയെ, സഭയുടെ നിലനിൽക്കുന്നവരെ പത്രോസിന്റെ നേരെ വിരൽ ചൂണ്ടുകയാ. പത്രോസിനെ നമുക്കറിയാവുന്നതായതുകൊണ്ട് ഓടിച്ച് പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരികയാ. 1-ാമത്തത് സന്തോഷമായി, 2-ാമത്തത് തടവിലാക്കിയിടുകയാ. ഒന്നിനെ കൊന്നു. 1-ാമത്തെ ആശയ ഈ പകലിൽ ഞാൻ വിളിച്ചു പറയാ, സഭ 1-ാം നൂറ്റാണ്ടിൽ പീഡയിലൂടെ കടന്നുപോയി. ഈ കാലഘട്ടത്തിലോ ദൈവജന മഹോപദ്രവത്തിലൂടല്ല, കഷ്ടതയിലൂടെ പീഡകളിലൂടെ കടന്നു പോകേണ്ടത് അത് തുടങ്ങിയതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ 1-ാം നൂറ്റാണ്ടിൽ സഭ എങ്ങനെയാണ് വളർന്നത്? How the church will grow in the first century. 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ വളർന്നത് അത് പീഡകളിലൂടെയാണ്, അത് കഷ്ടതയിലൂടെയാണ്, അത് ആരാധിച്ചുകൊണ്ടാണ്. ഇന്ന് രാവിലെ ഈ ആരാധനയെ സംബന്ധിക്കുന്ന പ്രിയരെ, ഫേസ്ബുക്കിലൂടെ ദൈവശബ്ദം കേൾക്കുന്നവരെ, നിങ്ങളുടെ ആരാധനയിൽ സഭ വളരാൻ പോവുകയാണ്. ശത്രു എഴുന്നേൽക്കട്ടെ. നിങ്ങളുടെ കണ്ണുനീരിന്റെ മുമ്പിൽ സഭ പുറത്തു വരാൻ പോവുകയാണ്. അടച്ചുകൾ പുറത്തു വരാൻ പോവുകയാണ്. ദൈവരോധാവ് ചിന്തിച്ചു, ദൈവങ്ങൾ ചിന്തിച്ചു, ഇവിടം കൊണ്ട് ആലയങ്ങൾ അടയ്ക്കോ, ഇവിടം കൊണ്ട് പദ്ധതി വരോ. അവനറിയത്തില്ല, പത്രോസിന് പോലും അറിയില്ല. അപ്പോസ്തല പ്രവൃത്തി 12:12 ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വലിയ ഒരു വിടുതൽ നടക്കാൻ പോവുകയാണ്. അഗ്രിപ്പയാവെ മനസ്സിലാകാത്തത്, ഹെരോദാവിനെ മനസ്സിലാകാത്തത് അവർ ധരിച്ചു വെച്ചു. ദൈവത്തിന് സ്വപ്നം പത്രോസിനെ ചങ്ങലയിട്ട് അവനെ ആരാധിക്കുന്നവനെ മറിഞ്ഞ് അവന്റെ കൈമേൽ ചങ്ങലയിട്ടു. ഇന്ന് രാവിലെ ആരാധിക്കുന്നവൻ പുറത്തു വരുന്നത് ദൈവത്തിനറിയാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു
ശക്തിയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഒന്ന്, ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഈ പ്രാർത്ഥനയ്ക്ക് ദൈവദാസിമാരെ ദൈവമക്കളുണ്ട്. രണ്ടാമത്തെ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, സഭയുടെ പ്രാർത്ഥന നോക്കിക്കേ, അതിന്റെ 13ാമത്തെ വാക്യം, അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടിയപ്പോൾ രോധ എന്നൊരു ബാല്യക്കാരി വിളികൾപ്പാൻ അടുത്തു വന്നു. ഇവിടെ സീരിയസ് ആരുമില്ല, കരയുന്ന ചില രോധമാ, വെളിപ്പാടുള്ള രോധമാ, വിശ്വാസമുള്ള ദൈവമക്കൾ പാപപ്പെട്ട സഹോദരിമാരായത് തിരിച്ചറിഞ്ഞത്, പാപപ്പെട്ട ദൈവമക്കളെ തിരിച്ചറിഞ്ഞത്, വലിയ ഉന്നതന്മാരായി ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ ചില പാവപ്പെട്ട സഭകൾ, ആർക്കും വേണ്ടാത്ത വീടുകൾ, ആർക്കും വേണ്ടാത്ത കൂട്ടായ്മകൾ, പേരില്ലാത്ത കൂട്ടായ്മകൾ, സഭയെ കളിയെ അവിടെ നിലക്കളിയ ഒരത്ഭുതം കാണും. നീ കാണും പത്രോസിനെ. ഏത് വിഷയത്തിലാണ് നീ പ്രാർത്ഥിച്ചത്? ആരോടൊക്കെ ശബ്ദമായി കേൾക്കുന്നത്? ഏത് വിഷയത്തിലാണോ നീ പ്രാർത്ഥിച്ചത്? സഭയെ സഭയ്ക്ക് അധികാരമുണ്ട് കേട്ടോ, സഭയ്ക്ക് അധികാരമുണ്ട്. സഭ പറയുമ്പോൾ സംഭവിക്കും. അത് ചെറുതോ വലുതോ എന്നല്ല, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോ, സഭ അധികാരത്തോടെ പ്രാർത്ഥിക്കുമ്പോ, ഏത് വിഷയമാണോ അത് പത്രോസാണോ നിന്റെ വിഷയം? നിന്റെ അടുപ്പ് വരാം. സമയം മുന്നോട്ട് പോകുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ദൂതൻ വന്നു, അല്ലെങ്കിൽ വെളിച്ചം പ്രകാശിച്ചു. നമുക്കറിയാവുന്ന ഒത്തിരി ആവശ്യം, ആമേൻ, ആലോചനകൾ അതിനകത്ത് കിടപ്പുണ്ട്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ, വെളിച്ചം പ്രകാശിച്ചു. ദൈവസ്ഥാൻ ദൂതൻ തട്ടി എല്ലാം നടന്നു. പക്ഷേ ഹല്ലേലൂയ, നാം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. 10ാം വാക്യം, ആമേൻ, ആമേൻ, നിയമങ്ങൾ ഉണ്ടാക്കിയത്, ജയിലറകളുടെ നിയമങ്ങൾ. ഹല്ലേലൂയ. അവൻ സഭ പ്രാർത്ഥിച്ചപ്പോൾ അധികാരം വെളിപ്പെട്ടു. സഭ പ്രാർത്ഥിച്ചപ്പോൾ അവൻ വിടുതൽ ലഭിച്ചു. സഭ പ്രാർത്ഥിച്ചപ്പോൾ ഇനി സംഭവിക്കുന്നത്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 10ാം വാക്യം കർത്താവിന്റെ ദാസൻ വായിച്ചു. അതെന്താണെന്നറിയാമോ?
താല്പര്യമില്ല. നിന്റെ വീതി അടച്ച്, നിന്റെ മണ്ഡലങ്ങളകത്തടച്ചിട്ട്, നിന്നെ കൊറോണയ്ക്കകത്തൊതുക്കി ദൈവത്തിനെ കുടുംബങ്ങളെ നിയമങ്ങൾ വെച്ച് സഭകൾ വെച്ച് നിന്നെ അകത്തടച്ചിട്ടിരിക്കുന്നു. എരിഹോ മതില് പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളുടെ മുമ്പ് സഭയോട് പറ, ദൈവദാസനോട് പറ, പ്രാർത്ഥിക്കാൻ പറ, ദൈവസഭയോട് പ്രാർത്ഥിക്കാൻ പറ. ജോൺ മാർക്കിന്റെ വീട് തുറക്കട്ടെ. ഒരു സുവിശേഷകൻ വരും ഈ ദിവസങ്ങളിൽ. പരിശുദ്ധമ്മ പറയുന്നു, അവനെ പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇട്ടെങ്കിൽ നിന്റെ വീട്ടിൽ ഒരു സുവിശേഷകൻ, നിന്റെ വീട്ടിൽ ഒരു പാസ്റ്റർ, നിന്റെ വീട്ടിൽ നിന്ന് 16 അധ്യായമുള്ള ഒരു മർക്കോസ് പുറത്തു വരും. ചില പാട്ടുകാർ പുറത്തു വരുമെന്നല്ല ഞാൻ പറഞ്ഞത്, വരുമെന്നല്ല പറഞ്ഞത്. പ്രാർത്ഥിക്കുന്ന സഭയെ, പ്രാർത്ഥിക്കുന്ന ജനമേ, ഒരു മിനിസ്റ്റർ പുറത്തു വരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്റെ വിടുതൽ വന്ന് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുകയാണ്. എന്റെ ഒരു സുവിശേഷകൻ പുറത്തു വരികയാണ്. കരയുന്ന മാതാവേ, കരയുന്ന സഭയെ, കരയുന്ന പിതാവേ, കരയുന്ന അഭിഷേകനെ നിനക്ക് വേണ്ടി സ്വതവേ തുറക്കുന്ന എല്ലാവരും കണ്ണുകളാണ് ചാട്ടം. അതാണ് സ്ഥാനങ്ങളിൽ. ഏത് സ്ഥാനത്താണോ നിങ്ങളായിരിക്കുന്നത്, 4 വാക്കുകൾ മാത്രമേ ഞാൻ ഈ ഭാഗത്തുനിന്ന് എടുത്തുള്ളൂ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് എവിടാണ്? ആരാണ് പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തവർ ഈ ദിവസങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ആരും ശ്രദ്ധിക്കാത്തവർ, അവരെ വേദിയിലില്ല, അവരുടെ പ്ലാറ്റ്ഫോമിലില്ല, അവരുടെ കൺവെൻഷൻ പേരിലില്ല. അവരോട് ഇരുന്ന് കരയുകയാണ്. ഞങ്ങളുടെ ദൈവദാസൻ, ഞങ്ങളുടെ സഭയുടെ അവസ്ഥ അടച്ചിട്ടിരിക്കുന്ന അനുഭവം, ആപത്തിലിട്ടിരിക്കുന്ന ഇരുമ്പുവാതിൽ വെച്ച് ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ഒരിക്കലും പുറത്തു വരുന്നത് കണ്ണുകൾ അടച്ചാട്ട് കാവൽ കൊണ്ടെത്തി തരാം, ആവോളം തരാം, ഉറപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റോമൻ കവടനായിരിക്കുന്ന പീലാത്തോസിന്റെ നിയമത്തെ പേടിച്ചുകൊണ്ട് ഭൂതാതം ഉയർത്തെഴുന്നേറ്റവന് പത്രോസേ നിന്നെ അനുവദിച്ചത്, സഹോദരിയെ നിന്നെ അനുവദിച്ചത് ഏത് വിഷയത്തിന്റെ മുമ്പിൽ കല്ല് വെച്ചെടുപ്പ്, ഏത് വിഷയത്തിന്റെ മുമ്പിൽ ഇരുമ്പ് ഗേറ്റുണ്ടാക്കിയിരിക്കുന്നതപ്പ് പ്രാർത്ഥനയുടെ ശക്തിയാ. കണ്ണുകൾ അടയ്ക്കുന്ന ഈ നിമിഷം ഇരുമ്പ് ഗേറ്റ് തുറക്കുകയാണ്. ഇരുമ്പ് വാതിൽ തുറക്കുകയാണ്. ഈ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ഈ വലയ കെട്ടുകൊണ്ടിരിക്കുന്നവര്, ഇരുമ്പ് വാതില് പോലെ ഒരിക്കലും പുറത്തു വരരുത്, ഒരിക്കലും ദൈവസഭ പുറത്തു വരരുത്, ഒരിക്കലും ഈ കൊറോണ മാറരുത്. ഒരു ദോഷത്തിനകത്ത് അടുക്കിപ്പെട്ടിരിക്കുന്ന ഈ നിമിഷം നിന്റെ വീട് അറിയപ്പെടാൻ പോകും, നിന്റെ മകൻ അറിയപ്പെടാൻ പോകും, നിന്റെ തലമുറകൾ അറിയപ്പെടാൻ പോകും. പത്രോസ് പുറത്തു വരാൻ പോകില്ല, ലോക പുറത്തു വരാൻ പോകില്ല, ദൈവശബ്ദത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകില്ല. പ്രാർത്ഥനയുടെ ലാസ്റ്റ് ഒരു ഹോളി ടച്ച്, പുറത്തു തട്ട്. പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് ഇന്ന് വരെ നടക്കാത്ത ഒരു ടച്ച്. ഒന്ന് തൊടാൻ പോകും. എത്ര പേർ എന്നെ ഇന്ന് തൊടണമേ, എന്നെ ഇന്ന് തൊടണമേ, എന്നെ ഒന്ന് തൊടണമേ, എന്റെ ലോകത്തിന്, എന്റെ പ്രശ്നത്തിന്, എന്നെ അടച്ചിട്ടിരിക്കുന്നിടത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആർക്കും കഴിയത്തില്ല. നസ്രയനായ യേശുവേ, എന്റെ അടുത്തു വരണമേ. ഈ കാരാഗ്രഹത്തിലേക്ക്, ഈ പ്രശ്നത്തിലേക്ക് ആരും വരും. ഇന്ത്യയിലുള്ളവർ, കേരളത്തിലായിരിക്കുന്നവർ, രാജ്യങ്ങളിലായിരിക്കുന്നവർ, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവർ, പേര് പറയുവാൻ നിവൃത്തിയില്ല, സമയമെടുക്കുന്നില്ല. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളെ തൊടാ, നിങ്ങളുടെ അറയിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ വിഷയത്തിന്റെ മുന്നിലേക്ക് ഒരു ദൂതൻ വരികയാണ്. പ്രാർത്ഥനയാൽ ദൂതൻ വരാത്ത ദൂതൻ ഇത് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ, ഇന്ന് രാത്രിയില്, ഈ നിമിഷത്തില് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ സമയമായി മാറ്റാൻ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഹേരോദാവിനെ നീ ഭയപ്പെടരുത്, ഈ പ്രശ്നങ്ങളെ നീ ഭയപ്പെടരുത്. പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന ശക്തിയുള്ള ഒരു പ്രാർത്ഥന, the power of prayer, a prayer വെളിപ്പെട്ടു വരട്ടെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ അനേക തീരുമാനമെടുക്കുന്നത് ദൈവാത്മാവ് വ്യക്തമാക്കുന്നു. നീ പ്രാർത്ഥിച്ചു കൊള്ളുക.
വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുക. സഭ പ്രാർത്ഥനയ്ക്കായി തയ്യാറായിക്കും. ദൈവസഭ പ്രാർത്ഥനയ്ക്കായി തയ്യാറായിക്കും. പത്രോസ് പുറത്തു വരും. രോധശബ്ദം തിരിച്ചറിയും. ഒരു വീട് പ്രാർത്ഥനയ്ക്കായി ഇന്ന് രാവിലെ മാറ്റും. കർത്താവ് ദൈവമേ, ഈ വചന ജനത്തിനകത്ത് വലിയ വിടുതൽ വ്യാപരിക്കുന്നല്ലോ. വേഗത്തിൽ പാസ് ചെയ്യുന്ന സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, ഏലിയാവിന്റെ പ്രാർത്ഥന, സ്ഥിതിഭേദങ്ങൾ മാറ്റിയെങ്കിൽ ഇന്ന് പകലിൽ ഈ പ്രാർത്ഥന വിടുതലിന്റെ പ്രാർത്ഥനയാകട്ടെ. ഈ പ്രാർത്ഥന കാരാഗ്രഹത്തിന്റെ പാറമേ അവൻ വാതിൽ തുറക്കുന്ന പ്രാർത്ഥനയാകട്ടെ. ഓ സ്തോത്രം, കാവൽക്കാർ ഉറയ്ക്കുന്ന പ്രാർത്ഥനയാകട്ടെ. ഓ ഈ ദിവസങ്ങളിൽ ഈ ഇയറിന്റെ മുമ്പ് എല്ലാ ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിന്റെ സമയമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദേശങ്ങളിലുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത്, മുറികളിലേക്ക് കയറുന്നത്, ഈ രാജ്യങ്ങളെ നടക്കാൻ പോകുന്നത് ഞങ്ങൾ ആത്മാവിൽ കാണുന്നു. അവരുടെ ഏത് വിഷയത്തിന്റെ മുമ്പ് വാതിൽ തുറക്കും. ദൈവത്തിന്റെ ആത്മാവ് ചില വീടുകൾ തുറന്നു തരികയാണ്. ചില ഭവനങ്ങൾ തുറക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് നീ ഓടിച്ച് അവൻ സഭയുടെ ദുഃഖകരമായ അവസ്ഥ പത്രോസിനെ അകറ്റിട്ടു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ഇന്ന് നിനക്ക് ഭേദമില്ലേ? ഇന്ന് നിനക്ക് ഭാരമില്ലേ? ഒരു സമയം ഇതാ പിരിച്ചു തരാൻ പോവുകയാണ്. ഒരു സമയം പിരിച്ചു തരാൻ പോവുകയാണ്. 13-ാം അധ്യായം മുതൽ ഒരു പൗലോസ് പുറത്തു വരാൻ പോവുകയാണ്. പത്രോസ് മാത്രമല്ല, ഒരു പൗലോസ് പുറത്തു വരാൻ പോവുകയാണ്. മുട്ടുമടക്കവർ ആരൊക്കെ ഭയമാണ്. ഈ ദിവസങ്ങളിൽ മുട്ടുമടക്കുന്നവരുടെ വിഷയങ്ങൾ അത്ഭുതങ്ങളാക്കാം. രോഗശക്തിയും ആരോഗ്യവും വരുത്തും. പ്രാർത്ഥനകളും സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വചനം കേട്ട എല്ലാവരുടെ മേലും വലിയ വിടുതലും അനുഗ്രഹങ്ങളും പകരുമാറാകട്ടെ. ഇത് വിടുതലിന്റെ ദിവസമാണ്. ഇത് ചങ്ങലവും അഴിഞ്ഞു വീഴുന്ന ദിവസമായി. അവൻ നിന്റെ പൈതൽ പുറത്തു വരുന്ന ദിവസമായി. ഹല്ലേലൂയ. പത്രോസ് അഭിഷക്തന്മാർ, കെട്ടപ്പെട്ട അഭിഷക്തന്മാർ, അടക്കപ്പെട്ട അഭിഷക്തന്മാർ കാരാഗ്രഹത്തിൽ പുറത്തു വന്ന് ജീവിക്കുന്നവരെ ഉയർത്താൻ പോകുകയോ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അടുത്തയാഴ്ച അന്യോന്യം കടന്നു വരും. ഈ വലിയ വിടുതലും ഈ സന്തോഷവും സർവീശ്വരനായ കർത്താവ് ഈ മാധ്യമങ്ങളിലൂടെ, ഈ സഭയിലൂടെ ദൈവത്തിന് കേട്ട എല്ലാവരുടെയും അനുഗ്രഹമായി ഭവിക്കട്ടെ. ഗോഡ്